ഓർഡർ ചോദ്യം നമ്പർ 691 ശ്രീ എം സ്വരാജ്, ബഹുമാനപ്പെട്ട ആർ രാജേഷ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, 2011-12 അധ്യയന വർഷം മുതൽ 2014-15 വരെ സ്കൂളുകളിൽ തസ്തിക നിർണയം നടത്തിയിട്ടില്ല. ഈ വർഷങ്ങളിൽ 2010-11 വർഷത്തെ തസ്തിക നിർണയ ഉത്തരവ് ബാധകമാക്കുകയാണ് ചെയ്തത്. പിന്നീട് 29/1/2016 ഒരു ഉത്തരവ് പ്രകാരം പ്രസ്തുത കാലയളവിലെ തസ്തിക നിർണയം ഒരുമിച്ച് നടത്തിയപ്പോൾ 3674 അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് തസ്തിക നഷ്ടപ്പെടുകയുണ്ടായി. ഇവരെ പുനർവിന്യസിച്ച് ശമ്പളം നൽകാൻ സർക്കാർ നയപരമായ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 5/8/2016 സർക്കാർ ഉത്തരവ് പ്രകാരം വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ പകർപ്പ് ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അതത് മാനേജ്മെൻറ്റുകളിൽ ഉണ്ടായ ഒഴിവുകളിൽ സംരക്ഷിത അധ്യാപകരെ നിയമിക്കുന്നതിൽ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ട്. മാതൃജില്ലയിൽ സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിക്കാനുള്ള ഒഴിവുകളില്ലാതെ വരുന്ന അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രം അധ്യാപകരെ മറ്റ് ജില്ലകളിൽ പുനർവിന്യസിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുനർവിന്യാസ ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6/8/2016 ഉത്തരവ് പ്രകാരം തസ്തിക നിർണയം 2016-17 വർഷത്തേക്ക് കൂടി ബാധകമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ചില മാനേജർമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസ് അനുസരിച്ച് ഒരു ഇടക്കാല ഉത്തരവ് അതനുസരിച്ച് തസ്തിക നിർണയം സംബന്ധിച്ച സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ ഖണ്ഡിക 4 താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള കോടതി നിർദ്ദേശപ്രകാരം 2016-17 UID കണക്കുകൾ അനുസരിച്ച് തസ്തിക നിർണയ പ്രക്രിയ സ്വീകരിച്ച് കോടതി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയുടെ അന്തിമ വിധി വന്നിട്ടില്ല. ശ്രീ ആർ രാജേഷ്. സർ, തസ്തിക നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായി 3674 അധ്യാപകർ നേരിടുന്ന വലിയ പ്രതിസന്ധി അത് മറികടക്കാൻ മാതൃകാപരമായ ഇടപെടലാണ് സാർ ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർ, 3674 അധ്യാപകരെയാണ് സംരക്ഷിക്കാൻ പുനർവിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര അധ്യാപകർ ഇപ്പോൾ നിലവിൽ അത്തരം പുനർവിന്യാസം നടത്തിയിട്ടുണ്ട്? എന്നത്തേക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? അതിനാവശ്യമായ എന്ത് നടപടിയാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3674 അധ്യാപകരാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ 2724 പേരെ പുനർവിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ശമ്പളവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഒരു ഉത്തരവ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ പുനർവിന്യാസം നടക്കുന്നില്ല. അന്തിമ വിധി ഈ 14-ാം തീയതി വീണ്ടും കേസ് വച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വിധി അനുസരിച്ച് ബാക്കിയുള്ളത് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇവിടെയുള്ളൊരു പ്രതിസന്ധി ഇവരെ സംരക്ഷിക്കുക ഏറ്റവും ശരിയായ കാര്യമാണ്. പക്ഷേ ഈ 3674 അധ്യാപകർ അവരുടെ നിയമനം ഏതെങ്കിലും സംവരണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും നിയമനം നടത്തപ്പെട്ടവരാരും ഇക്കൂട്ടത്തിലില്ല. സർ, ഇത്തരം ആളുകളെ പുനർവിന്യസിക്കുമ്പോൾ സംവരണത്തിൻ്റെ ഭാഗമായി ജോലി ലഭ്യമാകേണ്ട ഏതെങ്കിലും സ്ഥലങ്ങൾ അത് നഷ്ടപ്പെടുന്നുണ്ടോ? PSC റാങ്ക് ലിസ്റ്റിലുള്ള ആരുടെയെങ്കിലും അവസരം ഇതിൻ്റെ ഭാഗമായി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് വ്യക്തമാക്കും. സർ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ PSCയിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരാൾക്കും ഒരു തടസ്സവും ഈ പുനർവിന്യാസ പ്രക്രിയയിൽ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം PSCക്ക് വിടേണ്ട തസ്തികകളിൽ അല്ല പുനർവിന്യസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവരണ തത്വവും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല, സംവരണ പ്രശ്നവും വരുന്നില്ല. പക്ഷേ അതിലൊരു ചെറിയ ഒരു കാര്യം, ഇപ്പോൾ PSC ലിസ്റ്റ് നിലവിലില്ലാത്ത ചില വിഷയങ്ങളിൽ സ്കൂളിൽ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ അവിടെ അവസരം ഉണ്ടാവില്ല. ആ പോസ്റ്റിൽ പുനർവിന്യസിക്കപ്പെട്ട അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ വാചകം ഞാൻ വായിക്കാം. PSC റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്ത തസ്തികകളിൽ റെഗുലർ നിയമനം നടക്കുന്നത് വരെ, അതായത് പുതിയ തസ്തികയിൽ PSC വഴി നിയമനം ലഭിക്കുന്നവർക്ക് ഒരു തടസ്സവും അവിടെ ഇല്ല. അങ്ങനെ ഒരു നിയമനം വരികയാണെങ്കിൽ അന്ന് പുനർവിന്യസിക്കപ്പെട്ടവർ വീണ്ടും എക്സസ് അധ്യാപകരായിട്ട് തന്നെ വരും. മറ്റേതെങ്കിലും തലത്തിൽ അവരെ പുനർവിന്യസിക്കേണ്ടതായിട്ട് വരും.
അതുകൊണ്ട് PSC വഴി നിയമിക്കപ്പെടുന്നവർക്ക് ഒരു തടസ്സവും ഈ പുനർവിന്യാസത്തിലില്ല. അതുപോലെ തന്നെ സംവരണ നിയമങ്ങളും അട്ടിമറിച്ചിട്ടില്ല. പ്രൊഫസർ KU അരുണൻ. സാർ, നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ തന്നെ മാനേജർമാർ നിയമിക്കുന്ന ആൾക്കാർ പിന്നെ ഡിവിഷൻ ഫോള് വരുമ്പോൾ അവരെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പ്രൊട്ടക്റ്റഡായിട്ട് ചെല്ലുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രൊട്ടക്റ്റഡായിട്ട് ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ സമുദായ സംഘടനകളാണ്. അതും മിക്കവാറും ഉയർന്ന സമുദായ സംഘടനകളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറീസ്, NSS, SNDP തുടങ്ങിയ സംഘടനകൾ അവരുടെ ജാതിയിലുള്ള ആൾക്കാരെ മാത്രമാണ് 99.9% അവരുടെ ജാതിയിൽ അതാത് സമുദായത്തിലുള്ള ആൾക്കാരെ മുഴുവൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിവിഷൻ ഫോള് വരുമ്പോൾ ഈ ആൾക്കാരെയാണ് സാധാരണ രൂപത്തിൽ ഗവൺമെൻറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിലേക്ക് ത്രൂ PSC കൂടെ അവർക്ക് നിയമനം നൽകുന്നില്ലെങ്കിൽ പോലും ഏറെ കാലം അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സമുദായങ്ങൾ സ്കൂൾ നടത്താത്ത അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് സ്കൂളില്ലാത്ത പ്രത്യേകിച്ച് SC ST വിഭാഗത്തിലെ ആൾക്കാർക്ക് ഒരേ ഒരു മാർഗ്ഗമാണ് PSC കൂടെ കയറാൻ. അപ്പോൾ ആ മാർഗവും ആ വാതിലും അടയുന്നുണ്ട് എന്നുള്ളതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. ആ കാര്യം ശ്രദ്ധയിൽ പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, അത് ഞാൻ നേരത്തെ വ്യക്തമാക്കി. ഇപ്പോഴും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. PSCയിൽ നിന്നൊരാൾ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് വേണം. അത്തരത്തിലുള്ള പോസ്റ്റിലേക്ക് പുനർവിന്യസിപ്പിക്കപ്പെട്ട അധ്യാപകരെ നിയമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നമേ വരുന്നില്ല. അവരെ നിയമിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർക്ക് പലതരത്തിലുള്ള പ്ലാൻ ഇംപ്ലിമെൻറ്റേഷനൊക്കെ പോകുന്ന അധ്യാപകരെ സഹായിക്കുന്ന രീതിയിലൊക്കെ ആണ് പുനർവിന്യാസം നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ പല മാനേജ്മെൻറ്റും എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളും ഇത്തരത്തിൽ നേരിട്ടുള്ള പോസ്റ്റിലേക്ക് പോലും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പല മാനേജ്മെൻറ്റുകളും അത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മളിതിനെ കാണണം. 3674 അധ്യാപകരാണ് എക്സസ്സായി നിൽക്കുന്നത്. ഇവരെവിടെയെങ്കിലും വിന്യസിച്ചാലേ അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. 2 മാസം അവർക്ക് ശമ്പളം ഇല്ലാതെ നിന്നിരുന്നു. അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും സ്കൂളിലേക്ക് വിന്യസിക്കണം. അങ്ങനെ വിന്യസിക്കുമ്പോൾ പ്രധാന അധ്യാപകരെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ IT സ്കൂളിലേക്ക് വർക്ക് അറേഞ്ച്മെൻറ്റിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവിൽ അത്തരത്തിൽ PSC നിയമനത്തിന് അർഹതയുള്ള ഒരു പോസ്റ്റിലല്ലാത്ത ദിക്കിൽ മാത്രമേ ഈ പുനർവിന്യാസം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നതേയില്ല. ഈ കാര്യം ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു സംശയമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് 3674 അധ്യാപകർ വിന്യസിക്കുമ്പോഴും PSCയിൽ നിന്ന് ഒരു ജോലിക്ക് വരുന്ന ആൾക്ക് ഒരു തടസ്സവും ഉണ്ടാകുന്നതില്ല. ശ്രീ AN ഷംസീർ. സർ, ഇവിടെ ചോദിച്ചതിന് സമാനമായ ചോദ്യം തന്നെയാണ്. ഒന്ന്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പൊതുവിദ്യാലയം എന്ന് പറയുമ്പം ഏതാണ്ട് സർക്കാരും എയ്ഡഡ് സ്കൂളുകൾ അടങ്ങുന്നതാണ് പൊതുവിദ്യാലയം. ഏതാണ്ട് 3852 അധ്യാപകന്മാർ പ്രൊട്ടക്റ്റഡായി വന്നിട്ടുണ്ട്. ഇവരെ സർക്കാർ ഉൾക്കൊള്ളും എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിനകത്തുണ്ട്, പ്രത്യേകിച്ച് ഈ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്, നേരത്തെ അരുണമാർ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഇവിടെ ഒരു പൊതുവിദ്യാലയം നഷ്ടത്തിലാവില്ല. കാരണം അതിന് ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ നമ്മുടെ തളിപ്പറമ്പ് ജെയിംസ് മാത്യു ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യം നടത്തിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ഞാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാവരും സ്കൂളിനോടൊപ്പം എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നേരത്തെ പൊതുവിദ്യാലയം നഷ്ടത്തില്ല. പൊതുവിദ്യാലയത്തിൽ ആളുകൾ പഠിക്കാതിരുന്ന ബ്രണ്ടൻ സ്കൂള്, വലിയ മാടം, അവിടെയൊക്കെ ഇന്ന് ഏറ്റവും നമ്പർ 1 സ്കൂളായി മാറിയിട്ടുണ്ട്. അപ്പോൾ PTA അധ്യാപകന്മാരും അതുപോലെ അനധ്യാപകരും പൊതുസമൂഹവും സഹകരിച്ചാൽ ഏത് പൊതുവിദ്യാലയം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ? അതോടൊപ്പം ഇവിടെ ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ഈ ആശങ്ക, സർക്കാർ സർവീസിലേക്ക് ഇനി റാങ്ക് ലിസ്റ്റിനകത്ത് ആളുകൾ എടുക്കില്ല എന്നൊരു പ്രചരണം പൊതുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ബാലൻസിങ് എങ്ങനെയാണ്? സർക്കാർ ലിസ്റ്റിൽ നിന്ന് ആളുകൾ എടുക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പ്രൊട്ടക്റ്റഡായ ആളുകൾ അങ്ങോട്ടേക്ക് പൂൾ ചെയ്യുമോ? ഇത് സംബന്ധിച്ചൊരു സംശയമുണ്ട്. അത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കണം. 2-3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ, ജനകീയ ക്യാമ്പയിൻ നമ്മൾ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ കുറയുന്നു എന്ന പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് സർക്കാർ കരുതുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം വർഷങ്ങളായി കുറഞ്ഞതുകൊണ്ടും വർഷങ്ങളായി തസ്തികീകരണം നടത്താതിരുന്നത് കൊണ്ടുമാണ് 3674 അധ്യാപകർ എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്.
അതൊരു പൊതു പ്രശ്നം തന്നെയാണ്. വർഷങ്ങളായി ഉണ്ടായി വന്നിട്ടുള്ള അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ 4.5 മാസക്കാലം വളരെ ശ്രമകരമായി നമ്മൾ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് 700 അധ്യാപകർ മാത്രമാണ് ഇനി പുനർവിന്യസിക്കാൻ ബാക്കിയുള്ളവരെല്ലാം പുനർവിന്യസിച്ച് കഴിഞ്ഞു. അങ്ങനെ പുനർവിന്യസിക്കപ്പെടുമ്പോൾ നേരത്തെ ഞാൻ 2 തവണയും സൂചിപ്പിച്ചു, PSCയിൽ നിന്ന് വരുന്നവർക്ക് തടസ്സമായി എങ്ങും ഒരാളെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. ഇനി പറയാവുന്ന ഒന്ന്, ഒരിക്കൽ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി സംശയം തീർക്കാൻ പറയുന്നതാണ്, PSC നിലവിൽ ലിസ്റ്റിൽ ഇല്ലാത്തവർ പോസ്റ്റ് വേക്കൻ്റ് ആണെങ്കിൽ PSCയിൽ ലിസ്റ്റ് ഇല്ലെങ്കിൽ PSCയിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ പോസ്റ്റ് വേക്കൻറ്റുമാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി അവിടെ അപ്പോൾ തന്നെ ഉത്തരവ് ഞാൻ വായിച്ചു, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാണോ PSCയിൽ നിന്ന് പോസ്റ്റ് വരുന്നത് അന്ന് അവരവിടെ നിന്ന് പോകണം. അവർ വീണ്ടും എക്സസ് സ്റ്റാഫ് ആവും. അപ്പോൾ മറ്റൊരു തീർക്ക് അവർ നിശ്ചയിക്കേണ്ടത്. ഇത് വലിയൊരു പ്രക്രിയയാണ് സർ. 3674 അധ്യാപകരെ PSC നിന്ന് വരുന്നവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ വിന്യസിക്കുക. ആലോചിച്ച് നോക്കൂ, അത് വളരെ വലിയ ബൃഹത്തായ ഒരു പ്രക്രിയയാണ്. PSCയിൽ നിന്ന് വരുന്നവർക്കും നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ച പോലെ സംവരണം അട്ടിമറിക്കാതെയും 3674 അധ്യാപകരെ നിയമിക്കാൻ അപ്പോഴും പല മാനേജ്മെൻറ്റുകളും സമ്മതിക്കുന്നുണ്ടെങ്കിലും ചില മാനേജ്മെൻറ്റുകൾ ഈ എക്സസ് അധ്യാപകർ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നമെല്ലാം ആത്യന്തികമായി തീരാൻ നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള വലിയ ശ്രമം നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച് ഈ എക്സസ് എന്നുള്ള ഒരു പ്രശ്നം ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കണം. അപ്പോഴത് ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം അതിൽ ഏറ്റവും മനോഹരമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശമ്പളം ലഭിക്കുന്നില്ല എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവർക്ക് ശമ്പളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമോ? ഈ വിഷയം അധ്യാപക പുനർവിന്യാസമാണ് എങ്കിലും അതിനോട് ചേർത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളായി കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപക രംഗത്ത് വലിയ പ്രശ്നം നിലനിന്നിരുന്നു. നിരവധി അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണവും തസ്തിക നിർണയം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തസ്തിക നിർണയം നടത്തി 4.5 മാസം കൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലത്തെ തസ്തിക നിർണയം നടത്തുന്നതിനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതുവരെ ശമ്പളം കിട്ടാതിരുന്ന ഹയർ സെക്കൻഡറിയിലെ ഇത്തരത്തിലുള്ള അധ്യാപകർക്ക് ഡെയിലി വേജസ് ആയി ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഫൈനാൻസ് അത് അംഗീകരിക്കുകയും 70 കോടി രൂപ അതിനുവേണ്ടി പാസ്സാകുകയും ഇന്നത്തെ പത്രത്തിൽ തന്നെ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട്. ആ അധ്യാപകർക്ക് 3 വർഷമായി ശമ്പളം കിട്ടാതിരുന്നത് ഈ മാസം മുതൽ അവർക്ക് ശമ്പളം കിട്ടാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ്. ശ്രീ റോജി എം ജോൺ. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ അധ്യാപക പാക്കേജിന്റെ നിലവിലെ സ്റ്റേറ്റസ് എന്താണെന്ന് പറയാമോ? അതുപോലെ തന്നെ പല ഗവൺമെന്റ് സ്കൂളുകളിലും അധ്യാപകരുടെ പോസ്റ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു സ്കൂളിൽ PTA നേതൃത്വത്തിൽ അവർ ഏകദേശം 85,000 രൂപ ഒരു മാസം പ്രൈവറ്റായിട്ട് അധ്യാപകരെ വെച്ച് അവർക്ക് ശമ്പളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരുടെ പോസ്റ്റുകൾ എത്രയും പെട്ടെന്ന് അത് ഫില്ല് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പല സ്കൂളുകളിലും കായിക അധ്യാപകരെ അവരെ 2-3 സ്കൂളുകളിലായിട്ട് വിന്യസിപ്പിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കാണാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും. സർ, ഇപ്പോഴത്തെ നിലയ്ക്ക് കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകരില്ല എന്നുള്ള പ്രശ്നം വരാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെ ഏതെങ്കിലും ഒരു സ്കൂളുണ്ടെങ്കിൽ പരിശോധിക്കും. പൊതുവിൽ വരില്ല. അതിൻ്റെ കാരണം പറയാം. അധ്യാപകരെ ഇപ്പോൾ PSC മുഖേന നിയമിക്കുവാൻ തടസ്സമുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ് ഉള്ളിടത്ത് അധ്യാപകരെ ഡെയിലി വേജസിൽ നിയമിക്കാൻ ഉത്തരവായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും സർക്കാർ സ്കൂളിൽ പ്രത്യേകിച്ച് ഡെയിലി വേജസിൽ അധ്യാപകരെ വെക്കാം എന്ന് വന്നതോടുകൂടി കേരളത്തിൽ അധ്യാപകരില്ല പഠിപ്പിക്കാൻ എന്നുള്ള പ്രശ്നം തീർന്നിരിക്കുകയാണ്. എക്സെപ്ഷൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവാം, അത് പരിശോധിക്കാം. ചിലപ്പോൾ ചില പോസ്റ്റുകൾ ഒരു പുതിയ വേക്കൻസി എന്ന രീതിയിൽ പറ്റാതെ അവർ കുറവുണ്ടോ കുട്ടി കുറവുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇല്ല എങ്കിൽ അത് പരിശോധിക്കാം. പക്ഷേ പൊതുവിൽ കേരളത്തിൽ അധ്യാപകരില്ല എന്നുള്ള പ്രശ്നം പരിഹരിച്ചു. ഡെയിലി വേജസ് വെച്ച് ഇനി ആ വേക്കൻസിയിലേക്ക് PSCയിൽ നിന്നും റിക്രൂട്ട്മെന്റ് വരുന്ന രീതിയിൽ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. കായികാധ്യാപകർ വരുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇത്ര മണിക്കൂറില്ലെങ്കിൽ 2-3 സ്കൂളിൽ ക്ലബ് ചെയ്തിട്ട് മാത്രമേ നിശ്ചിത അവർ കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് 1-2 സ്കൂളിലായിട്ട് അവർക്ക് നമ്മൾ നിയമനം നൽകുന്നത്. ശ്രീ P മുഹമ്മദ് മോസി. സർ, ഇപ്പോൾ ഈ പ്രൈവറ്റ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് സ്കൂളുകളിലൊക്കെ അധ്യാപകരെ നിയമിക്കാൻ ഒരു പൊതു മാനദണ്ഡം ഇല്ല. അത് മാനേജ്മെൻ്റാണ് തീരുമാനിക്കുന്നത്. ഇത് ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി അവരുടെ അപ്പോയിൻമെൻറ്റിൽ ഏതെങ്കിലും പൊതു മാനദണ്ഡം സർക്കാർ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്കറിയുന്നത്.
പറഞ്ഞതുപോലെ ഇന്ന് ചോദ്യത്തിൻ്റെ വിഷയത്തിനപ്പുറമാണ്. അത് പ്രധാനമായിട്ടും ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണ്. വളരെ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നയം എന്ന രീതിയിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് പിന്നീട് പരിഗണിക്കും. ശ്രീ ടി വി ഇബ്രാഹിം. സർ, പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ സർക്കാർ സ്കൂളിലടക്കം അപ്പോയിൻ്റ് ചെയ്യുന്നത് അത്ര ആശാസ്യകരമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സത്യത്തിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആളുകളെ മാനേജ്മെൻറ്റ് സ്കൂളുകളെ ഒരു യൂണിറ്റായിക്കൊണ്ട് അവിടെ തന്നെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ഒരു ശക്തമായ ഒരു കമ്പൽഷൻ അതിൽ വേണം എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ എത്ര ഫ്രഷേഴ്സിൻ്റെ അവസരം നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല ഹയർ അതോറിറ്റിക്ക്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സംവരണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോലും ഒരു സംവരണം നടപ്പാക്കൽ നിർബന്ധമാക്കി. ഇപ്പോൾ SC/ST വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ അവസരം നഷ്ടപ്പെടുകയാണ്. മാനേജ്മെൻറ്റ് സ്കൂളുകളിലെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി മാനേജ്മെൻറ്റ് ആണെങ്കിലും ശരി, പക്ഷേ അവിടെ സംവരണം നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പുനർവിന്യസിക്കപ്പെടുമ്പോൾ ഉണ്ടാകാനിടയായ സാഹചര്യം ഞാൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ ഭാഷ അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട്. സർ, ഒറ്റ മിനിറ്റ്, ഇത് വളരെ പ്രധാനമാണ്. ഹൈസ്കൂളിൽ 25 കുട്ടികൾ വേണം ഒരു ഭാഷ പോസ്റ്റ് അനുവദിക്കണം, അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾ. UP സ്കൂളിലേക്ക് വന്നാൽ 28 പേര് വേണം. 24 കുട്ടികളുണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകൻ പുറത്താക്കപ്പെടുന്നു ഹൈസ്കൂളിൽ നിന്ന്. 27 കുട്ടികളുണ്ടെങ്കിൽ ആയിക്കഴിഞ്ഞാൽ UP സ്കൂളിൽ നിന്ന് അധ്യാപകൻ പുറത്താക്കപ്പെടുന്നു. അതോടുകൂടി ആ ഭാഷ തന്നെ പഠിക്കാൻ കഴിയുന്നില്ല. ഇക്കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് പോലും 327 സ്കൂളുകളിൽ ഭാഷാധ്യാപനത്തിന് ആളില്ലാത്ത അവസ്ഥ ഇതുമൂലം വന്നിട്ടുണ്ട്. ഈ കാര്യം മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചില ദിക്കില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം നേരത്തെ MLA തന്നെ സൂചിപ്പിച്ചു. 28 കുട്ടികളുണ്ടെങ്കിലേ ഒരു അധ്യാപകനെ വെക്കാൻ പറ്റൂ എന്നുള്ളതാണ് UP യിൽ. പക്ഷേ 27 കുട്ടികൾ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അധ്യാപകർ എക്സസ് വരുന്നത്. ആ ഒരു വസ്തുത ആദ്യം അംഗീകരിച്ചാൽ ഇതിനൊക്കെ ഉത്തരവായി. അപ്പോൾ 28 കുട്ടികളുണ്ടെങ്കിലേ ഒരു അധ്യാപകർ വെക്കാൻ പറ്റുമെന്ന് നിലവിലുള്ള വർഷങ്ങളായിട്ടുള്ള നിയമം, പുതിയൊന്നുമല്ല, നിയമത്തിൽ കുട്ടികൾ 27 ആയാൽ ആ അധ്യാപകനെ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ അധ്യാപകൻ എക്സസ് ആയാൽ ആ സ്കൂളിൽ വെക്കാൻ പറ്റില്ല, മറ്റേതെങ്കിലും സ്കൂളിൽ വെക്കണം. പക്ഷേ ഒരു വസ്തുത, 27 കുട്ടികൾ അവിടെ ഭാഷ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അങ്ങ് പറയുന്ന കാര്യം അതാണ്, ശരിയാണത്. 27 കുട്ടികൾ പഠിക്കാനുണ്ട്. പക്ഷേ 28 കുട്ടി ഉണ്ടെങ്കിലേ അധ്യാപകനെ വെക്കാൻ പറ്റൂ. അധ്യാപകൻ എക്സസ് ആകുമ്പോൾ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു. 27 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ, അതല്ലേ പ്രശ്നം വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം, നിലവിലുള്ള പ്രശ്നം. ഈ പ്രശ്നം സർക്കാർ വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് 27 കുട്ടികൾക്കും, അത്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഭാഷ പഠിക്കത്തക്ക രീതിയിൽ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ പറ്റും എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ശ്രീ KD പ്രസേനൻ. സർ, വലിയ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ചിലർ PSC നിയമനം കിട്ടിയിട്ട് അത് വേണ്ട എന്ന് വയ്ക്കുകയും അവരെ വീട്ടിന് തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി ചേരുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരാൾ എൻ്റെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പുനർവിന്യാസത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ആ പഞ്ചായത്തിൽ തന്നെ സർക്കാർ വിദ്യാലയമില്ല. വളരെ ദൂരത്തേക്കാണ് അദ്ദേഹത്തിന് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശാരീരിക വൈകല്യം നേരിടുന്നവരെ പ്രത്യേക പരിഗണന നൽകി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ വർക്ക് അറേഞ്ച് എന്തെങ്കിലും ചെയ്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന വീട്ടിന് തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വിദ്യാലയത്തിലേക്ക് നിയമനം കൊടുക്കാൻ എന്തെങ്കിലും സ്വീകരിക്കാൻ കഴിയും. അതൊരു പ്രത്യേക പ്രശ്നം എന്ന രീതിയിൽ എൻ്റെ നേരിട്ടങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നൽകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ പണ്ട് സർക്കാർ വേണ്ട എന്ന് വെച്ച് എയ്ഡഡ് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തതാണെങ്കിൽ പോലും എക്സസ് മറ്റു മാർഗങ്ങളില്ല ഇപ്പോഴത്തെ തലത്തിൽ എവിടെയെങ്കിലും. പല എയ്ഡഡ് മാനേജ്മെൻറ്റുകളും എക്സസ് അധ്യാപകരെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ചുമതലയാണ് 3674 പേർക്കും ജോലി കൊടുക്കുക, ശമ്പളം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സർക്കാർ സ്കൂളിലേക്ക് വിന്യസിക്കുക. ഇനി എപ്പോൾ ഈ പറയുന്ന ആൾ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കുട്ടികൾ അധികം വരുന്നുവോ ആ സമയം സർക്കാർ സ്കൂളിൽ ഇപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്യുന്നിടത്തുനിന്ന് ആ സ്കൂളിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. ആത്യന്തികമായി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള വഴി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള ക്യാമ്പയിൻ നടത്തുന്നതും
ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഏറ്റവും ഒരു വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 3674 എക്സസ് അധ്യാപകരെയും അതാത് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ തന്നെ തിരിച്ച് വിന്യസിക്കാൻ പറ്റും എന്ന് തന്നെയാണ്. ശ്രീ കെ മുരളീധരൻ. സാർ, ഈ അങ്ങോട്ട് നേരത്തെ പറഞ്ഞു എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഡിവിഷൻ ഫോൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ സർക്കാർ വിദ്യാലയത്തിലേക്ക് മാറ്റാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതേ എയ്ഡഡ് വിദ്യാലയത്തിൽ പിന്നീട് വേക്കൻസി വരുമ്പോൾ ഇവർ തിരിച്ചു വിളിക്കില്ല. അതിന് വരെ ഇവർ പുതിയ ആൾക്കാരെ വെച്ച് കാശ് വാങ്ങും. മറ്റേ സർക്കാർ വിദ്യാലയത്തിൽ ഒരു അധ്യാപകൻ്റെ പോസ്റ്റ് നഷ്ടമാവുകയും ചെയ്യും. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, സർക്കാർ സ്കൂളിൽ അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടുന്നില്ല. ഞാൻ പലതവണ അത് പറഞ്ഞു. സർക്കാർ സ്കൂളിൽ ഇപ്പോൾ LP സ്കൂളിൽ ഞാൻ ഇത്രയും 3-4 തവണ പറഞ്ഞു എന്നുള്ളത് പറയാണ്. LP സ്കൂളിൽ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർക്ക് പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചുമതലയുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ചുമതല പഞ്ചായത്തിൻ്റെ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനാണ് ഏർപ്പെടുത്തുക. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നം വരും. കാരണം പഠിപ്പിക്കലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കൂടി പറ്റാത്തതുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷൻ നടക്കും, പഠിപ്പിക്കൽ നടക്കില്ല. ഈ ഘട്ടത്തിൽ ആ അധ്യാപകനെ പഠിപ്പിക്കുക എന്നുള്ള പ്രക്രിയ സഹായിക്കാനാണ് എക്സസ് ആയ അധ്യാപകരെ അവിടെ വയ്ക്കുന്നത്. അതൊരു പോസ്റ്റിലല്ല വയ്ക്കുന്നത്. നല്ലപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഒരു പോസ്റ്റിൽ ഇദ്ദേഹത്തിനെ വെച്ചാലേ PSCയിൽ വരുന്നവർക്ക് തടസ്സമാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നഷ്ടപ്പെടുള്ളൂ. പോസ്റ്റിലല്ല വയ്ക്കുന്നത്, മറിച്ച് ഇംപ്ലിമെൻറ്റേഷൻ. അതുപോലെ തന്നെ ITH സ്കൂളിലേക്ക് വർക്ക് അറേഞ്ച്മെൻറ്റിൽ പോവുകയാണ്. വർക്ക് അറേഞ്ച്മെൻറ്റിൽ പോകുമ്പോൾ വർക്ക് അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ തന്നെ ഈ അധ്യാപകൻ്റെ പോസ്റ്റ്. പക്ഷേ വർക്ക് അറേഞ്ച് ചെയ്തു എന്നുള്ള നിലയ്ക്ക് അവിടെ അധ്യാപകൻ ഉണ്ടാവില്ല, അധ്യാപകൻ ITH സ്കൂളിലാവും. അപ്പോൾ അവിടെ കുട്ടികൾ സഫർ ചെയ്യില്ലേ? അവിടെയാണ് എക്സസ് അധ്യാപകരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, കുട്ടികൾക്ക് പഠനം നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ കുറയരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ വിന്യസിച്ചിട്ടുള്ളത്. ഒരു പോസ്റ്റിലും ഇവർ വിന്യസിച്ചിട്ടില്ല, ഒരാൾക്കൊന്നും നഷ്ടം ഉണ്ടാവില്ല. ഒന്ന്, ഇനി എയ്ഡഡ് സ്കൂളിൽ വീണ്ടും, അതാണ് അങ്ങ് ചോദിച്ച ചോദ്യം, എയ്ഡഡ് സ്കൂളിൽ വീണ്ടും പോസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, അങ്ങോട്ട് മാറ്റിയവരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അതല്ലാതെ അവർക്ക് സ്വയം അപ്പോയിന്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ശ്രീ വി ജോയ്. സാർ, ഈ തസ്തിക നഷ്ടപ്പെട്ടത് 3674 എന്ന് പറഞ്ഞു. അതിൽ 2704 പേർക്ക് പുനർവിന്യാസം നൽകിയതായിട്ടും പറഞ്ഞു. അപ്പോൾ ശേഷിക്കുന്ന 1000-ഓളം പേരുടെ ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ എന്നും, ഒരു മാനേജർക്ക് ഒന്നിലധികം സ്കൂളുകളുണ്ട്. ഒരു സ്കൂളിൽ ഒരു അധ്യാപകന് തസ്തിക നഷ്ടപ്പെട്ടാൽ മറ്റു സ്കൂളിലേക്ക് എടുക്കുന്നില്ല എന്ന പരാതി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാധാരണ നിലയ്ക്ക് ഇതുവരെ അതത് മാനേജ്മെൻറ്റുകളിൽ എക്സസ് അധ്യാപകർ വിന്യസിച്ചിട്ടുണ്ട്. അതാണ് ഒരു പൊതു അറിവ്. പല സ്കൂളുകൾ അതല്ലാത്തത് പോലും വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം മാനേജ്മെൻറ്റുകളും എക്സസ് അധ്യാപകരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ പുതിയ സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ വരുന്ന എക്സസ് സ്റ്റാഫ്, ആ സ്റ്റാഫിനെ മറ്റെവിടെയെങ്കിലും നിയമിക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ സ്കൂൾ നിയമിച്ചത്. പിന്നെ എന്താ ചോദിച്ചാൽ ആദ്യം ചോദിച്ചത് എന്താ? ബാക്കിയുള്ള വേറെ, അതായത് ഏതെങ്കിലും ഒരു തസ്തികയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ 700 പേരെ അത്തരത്തിൽ പുനർവിന്യസിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം കോടതിയുടെ ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് ഇനി കോടതി 14-ാം തീയതിയാണ് വീണ്ടും ഉത്തരവിന് സമയം വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് വീണ്ടും അത് പുനർവിന്യസിക്കുവാൻ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പോസ്റ്റിലും ഒരു തടസ്സവും വരാതെ, എന്നാൽ കുട്ടികൾക്ക് പഠന സൗകര്യം വർദ്ധിക്കത്ത രീതിയിൽ ഇവരെ വിന്യസിക്കുകയും പിന്നീട് അവരെ അതത് സ്ഥലങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിലപാടെടുത്ത് ആ രീതിയിലാണ് ബാക്കിയുള്ളവർക്ക് ശമ്പളം കൊടുക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കാൻ. ഇപ്പോൾ 700 പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശ്രീ PT തോമസ്. വർഷങ്ങളായി ഇങ്ങനെ നിരന്തരമായി തർക്കവിതർക്കങ്ങളിൽപ്പെട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് അധ്യാപക നിയമനം ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് സാർ. ആധുനിക വാർത്താമാധ്യമ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ലഭ്യമായിട്ടും സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ ഏറ്റവും വലിയ പരാതി അവരുടെ ആളുകളൊക്കെ ഒന്നും നിയമനമില്ല, അവരുടെ അവകാശം കവർന്നെടുക്കുന്നു എന്നാണ്. AE ഓഫീസ്, DO ഓഫീസ്, DD ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ അടിമകളെ പോലെ അവിടെ കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടുമുണ്ട്. എൻ്റെ ചോദ്യം, കേരളത്തിലെ ലക്ഷക്കണക്കിന് അധ്യാപകർ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. ആ സംവരണം ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സംവരണം ഏർപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ പ്രൊട്ടക്റ്റഡായി ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള സംവരണം ഇവർ കാലങ്ങളായി കൈവശം വെക്കുകയും അവിടെയുള്ള സംവരണം പോലും നഷ്ടപ്പെടുക. ഇതൊരു രാമേശ്വരൻ ക്ഷൗരം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ
ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ കുട്ടികളെയും അധ്യാപകരെയും ഒഴിവുകളുമൊക്കെ മുന്നിൽ കണ്ട് വളരെ ഭാവനാസമ്പന്നമായി കാര്യം ചെയ്യാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? ഒന്ന്, 2-3 ചോദ്യം അങ്ങ് ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന രംഗത്ത് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കാർ. ഭിന്നശേഷിയുള്ളവർക്ക് 3% എയ്ഡഡ് സ്കൂളിൽ അധ്യാപകർക്ക് സംവരണം ഏർപ്പെടുത്തി. ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഭിന്നശേഷിയുള്ളവർക്ക് 3% സംവരണം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഏർപ്പെടുത്തിയ സർക്കാരാണത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ചോദിച്ചു, ബാക്കിയുള്ള കാര്യം നയപരമായിട്ട് പിന്നെ ഒന്ന് അങ്ങ് സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് നമ്മൾ മോഡേണൈസേഷൻ നടക്കാൻ പോകുന്നു, ഇതിനൊക്കെ പരിഹാരം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ചോദ്യം വളരെ കറക്റ്റാണ്. അതിന് ഇതുവരെ ഇല്ലാത്ത വിധം വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക പുതിയൊരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും, സ്കൂൾ മാത്രമല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ തലത്തിൽ 2019 മാർച്ച് 31 വരെ റിട്ടയർ ചെയ്യാൻ പോകുന്ന അധ്യാപകരുടെ കണക്ക് പൂർണ്ണമായിട്ടും ശേഖരിച്ചു കഴിഞ്ഞു. ഇത് PSCക്ക് കൊടുക്കേണ്ട പ്രക്രിയ പിന്നെയുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് PSCക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ചില നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ കേരളത്തിലെ എല്ലാ മേഖലയിലും സോഫ്റ്റ്വെയർ വെച്ച് എല്ലാം ഈ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ, ഈ കളക്ടിംഗ് സിസ്റ്റത്തിലൂടെയും ഇതെല്ലാം ചില മോഡേണൈസേഷൻ പ്രോഗ്രാമിലാണ്. അതിൽ ആദ്യത്തെ പടി 2019-31 വരെയുള്ള അത് എയ്ഡഡ് മാനേജ്മെൻറ്റ് അടക്കം. പിന്നീട് സംവരണമൊക്കെ ഏർപ്പെടുത്തുന്ന ഈ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, എത്ര പോസ്റ്റ് ഉണ്ട്. ഇനി വേറൊന്നുണ്ട്, PSCക്ക് പോസ്റ്റ് അയക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവിൽ നിയമനം. ഞാൻ അധികമായിട്ട് പറയുകയാണ് ചോദിച്ചത് വിട്ട്. പലർക്കും നിലവിലുള്ള പോസ്റ്റ് PSCക്ക് നൽകുന്നില്ല എന്ന്, ഒരു റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള പരാതി.